ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് വമ്പൻ മാഫിയയാണ്. ഉദ്യോഗസ്ഥ, രാഷ്ട്രീയ, തന്ത്രി, ജ്യോതിഷ, അതായത് കവടി നിരത്തൽ മാഫിയ. ദേവഹിതം അറിയാനെന്ന പേരിൽ പഴയ പഞ്ചലോഹ വിഗ്രഹങ്ങൾ, വിളക്കുകൾ, കൊടിമരങ്ങൾ എല്ലാം പുനരുദ്ധാരണം എന്ന പേരിൽ അടിച്ചു മാറ്റും. കൂടാതെ ഇതിന് പരിഹാരക്രിയ എന്ന പേരിൽ ലക്ഷങ്ങൾ വൈദിക മാഫിയയ്ക്ക് നൽകും. ഇതെങ്ങനെ കണ്ടെത്താനാണ്? ഈ വൈദിക മാഫിയയും ഇവരോടൊപ്പം തന്നെയാണ്. ഇവർക്കൊരു തരുമ്പും വിശ്വാസം ഉണ്ടെങ്കിൽ ഇവരിത് ചെയ്യുമോ? ഇവർ തന്നെയാണ് വീണ്ടും വീണ്ടും തടിച്ചു കൊഴുക്കുന്നത്. പിന്നെ ഇതിനകത്തിൽ ഒറ്റും ഉണ്ടാവില്ല. ഇവരെല്ലാം പരസ്പര ബന്ധിതമാണ്. ആരും ആരെയും ഒറ്റില്ല. ഈ തന്ത്രിമാർ എന്ന് പറഞ്ഞു നടക്കുന്ന നീചന്മാരുടെ ആസക്തി എല്ലാത്തിനോടും വളരെ പ്രകടമാണ്. ബഹുഭൂരിപക്ഷവും പണത്തിനു വേണ്ടി എന്തും ചെയ്യും. ശബരിമലയിലെ ഒരു മുൻ തന്ത്രിയെ അറിയാമല്ലോ. വരാപ്പുഴ സ്ത്രീപീഡന കേസിലെ റാണി ശോഭാ ജോണിൻ്റെ മുന്നിൽ പിറന്ന വേഷത്തിൽ യാചിക്കുന്ന ഒരുവനെ കണ്ടിട്ടില്ലേ? കയ്യിലുള്ള 10 വിരലെ മോതിരവും മാലയൊക്കെ ആ സ്ത്രീ അടിച്ചു മാറ്റി. കൂടാതെ 25-30 ലക്ഷത്തിൻ്റെ ചെക്കും വാങ്ങിച്ചു. ആരെയാണ് ഇയാൾ ഉപാസിച്ചുകൊണ്ടിരുന്നത്? നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്ന ശ്രീ അയ്യപ്പനെ. ഇപ്പോഴും കുറവുണ്ടോ? ഇപ്പോഴും ഇവർ തന്നെയാണ് പിന്നെയും കാര്യങ്ങൾ നീക്കുന്നത്. വഴിയെ പോയിട്ടില്ല ഇവർക്കൊന്നും വിശ്വാസം. അങ്ങനെയുള്ളവർ എന്തും ചെയ്യും. എനിക്ക് തോന്നുന്നു കേരളത്തിലെ സ്വർണ്ണമുക്തമായ ക്ഷേത്രങ്ങളാണെന്ന് തോന്നുന്നു. ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങൾ സ്വർണ്ണമുക്തമാക്കണമെന്ന് കാരണഭൂതനും ടീമിനും എന്തോ വലിയ കട്ടായം അല്ലെങ്കിൽ വളരെ അവർ ദൃഢനിശ്ചയം എടുത്തിരിക്കുകയാണ് എന്ന് തോന്നിപ്പോകും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കണ്ടിട്ട്. സ്വാമി ശരണം, അല്ലാതെ എന്തു പറയാൻ.